പക്ഷേ അത് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കും. ലോക്കലി അവൈലബിൾ ആയിരുന്നു. ഈ വിലയ്ക്ക് അവൈലബിൾ ആയിരുന്നു. എത്ര കമ്പനി കൊടുത്ത്? 450, 500. CAG-യുടെ ഫൈൻഡിങ് ഇതിലെ രാസമാറ്റം എക്സ്പയറി കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് രാസമാറ്റം ഉണ്ടായി ജീവനാശം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള എക്സ്പേർട്ട് ഒപ്പീനിയനാണ് അവരിവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഓലക്കുറ്റത്തിന് സമാനമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പാവങ്ങൾക്കൊക്കെ ഈ മരുന്നല്ലേ കിട്ടിയത്? പിന്നെ ഗുണനിലവാര പരിശോധന നടത്താതെ 14 കമ്പനിക്ക് അവർ എന്ത് ചാത്തം മരുന്ന് കൊടുത്താലും ഇവിടെ വിറ്റിട്ടുണ്ട്, സാധനം പോയിട്ടുണ്ട്. ഈ 80,000 ബാച്ചുള്ളതിൽ 8,000 ബാച്ച് 10% പോലും ബാച്ച് ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയിട്ടില്ല. എന്ത് ഗുരുതരമായ ആരോപണമാണ്! എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ആളുകൾക്ക് കൊടുത്ത് പണം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് 20% കിട്ടും, 80% കംപ്ലീഷനാണ്. എനിക്കറിയില്ല. ശരി, ഓക്കെ, വേറെ ഒരു വിഷയമില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. PPE കിറ്റ് ആരോപണത്തിൽ കമ്പനിയുടെ കത്തടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് അത് ആരോപണം കൂടുതൽ കടുപ്പിക്കുകയാണ്. CAG റിപ്പോർട്ട്, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള CAG റിപ്പോർട്ടിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിലടക്കം സാമ്പത്തിക നഷ്ടമുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. അത് നേർക്കുന്ന അഴിമതി ആരോപണമായി തന്നെ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. അതിനുള്ള ആ സമയത്ത് ഈ പറയുന്ന കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് ലഭ്യമാക്കാമായിരുന്നു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു കമ്പനി കൊടുത്ത കത്തടക്കം പുറത്തു കൊണ്ടുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം. ഉറപ്പായും അത് വരും ദിവസങ്ങളിലെ, വരും മണിക്കൂറുകളിലെ രാഷ്ട്രീയ ചർച്ചയാണ്, തർക്കം വേണ്ട.